നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. രാജ്യചരിത്രത്തിലെ നാഴികക്കല്ലായി അമേരിക്കൻ ഐക്യനാടുകളുടെ അമരക്കാരനായി ജോസഫ് റോബിനറ്റ് ബൈഡൻ ജൂനിയർ അധികാരമേറ്റു. ലോകത്തെ ഏറ്റവും കരുത്തുറ്റ ജനാധിപത്യ രാജ്യത്തിന്റെ 46ാം പ്രസിഡന്റായി ബൈഡൻ സ്ഥാനാരോഹിതനായി. ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി 10:18 ബൈഡന്റെ സത്യപ്രതിജ്ഞ. ബൈഡൻ അധികാരമേൽക്കുന്നതിന് 5 മിനിറ്റ് മുമ്പായിരുന്നു ഇന്ത്യക്കാർ കാത്തിരുന്ന നിമിഷം. വൈസ് പ്രസിഡന്റായി ഇന്ത്യൻ വംശജ കമല ഹാരിസും സത്യപ്രതിജ്ഞ ചെയ്തു. അമേരിക്കയിലെ ആദ്യ വനിതാ വൈസ് പ്രസിഡന്റും ആഫ്രോ ഏഷ്യൻ വംശജയുമാണ് 56 വയസ്സുകാരിയായ കമല. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന ഏറ്റവും പ്രായമേറിയ വ്യക്തിയുമാണ് 78-കാരനായ ബൈഡൻ. രാജ്യത്തെ രൂക്ഷമായ രാഷ്ട്രീയ ഭിന്നത, സാമ്പത്തിക പ്രതിസന്ധി, താളം തെറ്റിയ വിദേശ ബന്ധങ്ങൾ, 4 ലക്ഷത്തോളം പൗരന്മാരുടെ ജീവനെടുത്ത കോവിഡ് മഹാമാരി തുടങ്ങിയ വെല്ലുവിളികൾ നേരിടാൻ ബൈഡന്റെ പക്വതയും അനുഭവസമ്പത്തുമാണ് അമേരിക്കയുടെ പ്രതീക്ഷയെന്നത്. മാത്രമല്ല, ട്രംപിന്റെ വിവാദ ഉത്തരവുകൾ തിരുത്തി. ആദ്യ ദിനം ഒപ്പിട്ടത് 17 ഉത്തരവുകളിലാണ്. പൊതുസ്ഥലങ്ങളിൽ മാസ്ക് നിർബന്ധമാക്കി. പാരീസ് ഉടമ്പടിയിൽ നിന്ന് പിന്മാറിയ തീരുമാനം തിരുത്തി. 13 രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രാവിലക്ക് നീക്കി. ലോകാരോഗ്യ സംഘടനയുമായുള്ള സഹകരണം പുനരാരംഭിക്കും. അനധികൃത കുടിയേറ്റക്കാർക്ക് പൗരത്വം നൽകുന്നത് വേഗത്തിലാക്കും. US മെക്സിക്കോ അതിർത്തിയിലെ മതിൽ നിർമ്മാണം നിർത്തിവെച്ചു. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കൂടുതൽ പങ്കാളിത്തം എന്നിവയടക്കം 17 ഉത്തരവുകളിലാണ് ജോ ബൈഡൻ ഒപ്പുവച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മുസ്ലിം ഭൂരിപക്ഷമുള്ള 7 രാജ്യങ്ങൾ ഉൾപ്പെടെ 13 രാജ്യങ്ങൾക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തി. 2017 മുൻ പ്രസിഡന്റ് ട്രംപാണ് വിവാദ ഉത്തരവിറക്കിയത്. ഇതാണ് ബൈഡൻ നീക്കിയിരിക്കുന്നത്. US മെക്സിക്കോ അതിർത്തിയിലെ അനധികൃത കുടിയേറ്റം തടഞ്ഞുള്ള മതിൽ നിർമ്മാണത്തിന്റെ ഫണ്ട് മരവിപ്പിക്കൽ, പരിസ്ഥിതിക്ക് ആഘാതമുണ്ടാക്കുന്നതെന്ന് വിലയിരുത്തപ്പെടുന്ന കീസ്റ്റോൺ XL പൈപ്പ് ലൈൻ പദ്ധതി റദ്ദാക്കൽ എന്നിവയാണ് മറ്റുത്തരവുകൾ. വംശീയാടിസ്ഥാനത്തിൽ സമത്വം ഉറപ്പാക്കുക, തൊഴിലിടത്ത് ലിംഗഭേദത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനം ഒഴിവാക്കുക, കോൺഗ്രസിലെ പ്രതിനിധി എണ്ണം പുനഃസംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സെൻസസിൽ പൗരത്വമില്ലാത്തവരെയും ഉൾപ്പെടുത്തുക എന്നിവയുമായി ബന്ധപ്പെട്ട നടപടികളും ബൈഡന്റെ 1ാം ദിനത്തിന്റെ ഭാഗമായി മാറി. അമേരിക്കൻ പ്രസിഡന്റായി സ്ഥാനമേറ്റതിന് പിന്നാലെയാണ് സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിവാദമായ ഉത്തരവുകൾ ജോ ബൈഡൻ തിരുത്തിക്കുറിച്ചിരിക്കുന്നത്. പൊതുസ്ഥാപനങ്ങളിൽ മാസ്ക് നിർബന്ധമാക്കിയതിനു പുറമെ കോവിഡ് മഹാമാരി നിയന്ത്രണ വിധേയമാക്കുന്നതിനും സാമ്പത്തിക പുനരുജ്ജീവനത്തിനും ആവശ്യമായ അടിയന്തര നടപടികളും ബൈഡൻ സ്വീകരിക്കുകയായിരുന്നു. വാക്സിൻ വിതരണ ഏകോപന ചുമതലകൾ ഉൾപ്പെടെ കോവിഡിനെതിരെ കർമ്മസേന രൂപീകരിക്കുന്നതും ബൈഡന്റെ മുൻഗണനയിൽ ഉണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.